ഇവന്റിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലായി അവിടെ ഫുള്ള് ക്യാമ്പേഴ്സ് ആയിരിക്കുമെന്ന്. ആദ്യത്തെ റഷ് ചെയ്ത് ഞാൻ അവനെ അടിച്ചപ്പോഴത്തേക്ക് ആക്കില്ല കുമ്പം കൊണ്ടുപോയിട്ടാ. ഞാൻ പെട്ടെന്ന് അവൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ മെയിൻ്റെ സെൻറ്ററിലോട്ട് പുഷ് ചെയ്തിട്ടാ. കിട്ടിയ കണ്ണുമായിട്ട് ഞാൻ കയറി പുഷ് ചെയ്ത സമയത്ത് അവിടെയും ക്യാമ്പ് ചെയ്തിരിക്കണം കേട്ടോ. വീണ്ടും ഞാൻ നേടൊക്കെ കുക്ക് ചെയ്തിട്ട് ആ കുമ്മനടിച്ച ടീം താഴെ നിൽപ്പുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവന്മാർ ലൂട്ടിങ് തീർത്തില്ല. അവനാണ് ഈ മോട്ടോ വീണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ്റെ ടീമേറ്റ് ഇവിടെ കുനിഞ്ഞിരിപ്പുണ്ട്, അവനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ മച്ചാമാരെ. അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയിരുന്ന മച്ചാമാരെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഇതിനകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മച്ചാമാരെ. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാത്തിനും അടിച്ചു കേട്ടോ. റിഫ്ലക്സ് എടുത്ത് വീണ്ടും വന്നപ്പോഴത്തേക്കും ദാ പുറകെ പതുങ്ങിയിരിക്കുന്നു. അവന്മാരെ അടിച്ചപ്പോഴത്തേക്ക് ദാ വരുന്നു. പിന്നെ ആ കുമ്മനടിച്ചവൻ റിവെഞ്ച് എടുക്കാൻ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഇവനിലോട്ട് ഓടിക്കയറി ഞാൻ താഴെ ചെന്നപ്പോഴത്തേക്കും ഗൈസ് വീണ്ടും നിൽക്കുന്നൊരു ക്യാമ്പേഴ്സ് ടീം. പിന്നെ അവന്മാരെ അടിച്ചു കേട്ടോ. അവന്മാരെ അടിച്ചിട്ട് ഞാൻ ദാ P90 ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇപ്പോൾ ഒരു സ്കോഡിന് വായ്പ എടുക്കും. നോക്കണേ ഗൈസ്, ഇവിടെ ഒരു 1v5 ആണേ. പറന്ന് എൻ്റെ അണ്ണാക്കിലോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് സ്കോഡ് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അൺബീറ്റബിളായിട്ട് തന്നെ അവന്മാരെ അടിച്ച് നൂത്ത് കളഞ്ഞു കേട്ടോ. അടിച്ച് നൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ 2 കില്ലേ കിട്ടിയുള്ളൂ. എന്ത് ചെയ്യാനാ, അതും കുമ്പം പോയി. എന്താ അല്ലേ, ക്യാമ്പേഴ്സിനെ കൊണ്ട് പൊറുതി മുട്ടി. ഗൈസ് നിങ്ങൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ എത്ര കില്ല് അടിച്ചാലും നിങ്ങൾക്ക് ടീംമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഗതികളുണ്ടാവും. അതുമാത്രമല്ല ക്യാമ്പ് ചെയ്ത് അടിക്കുകയും ചെയ്യും. അവന്മാരെ തിരിച്ച് റിവെഞ്ച് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും കേട്ടോ. അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. നമ്മുടെ കില്ലും എടുത്തിട്ട് നമ്മളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമായ കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അവന്മാരെ വൈപ്പാക്കാൻ തീരുമാനിച്ചിട്ടാ. കയറി അടിച്ച് വന്നവനെ പുഷ് ചെയ്തവനെ എല്ലാം പിന്നെ നോക്കി ചെയ്ത് കേട്ടോ. ലാസ്റ്റ് മാന് ഭയങ്കര മടിയായിരുന്നു വരാൻ. പിന്നെ ഫ്രീ ഫയർ ഒക്കെ ചെയ്ത് അവനെ നോക്കി ചെയ്ത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് സപ്പോർട്ട് ഗൈസ്. അവൻ ആ റിവെഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ മാക്സിമം ലാസ്റ്റ് കില്ലടിച്ചിട്ട് എങ്ങനെ ആ സോൺ സർവ് ചെയ്യുന്നത് കളിച്ചിട്ട് കേട്ടോ. ഗൈസ് ഇവിടെ ഞാൻ അവിടെ ഫൈറ്റ് കിടക്കുന്ന തേർഡ് പാർട്ടി കയറി അവന്മാരെ അങ്ങ് ഫിനിഷ് ചെയ്തു കേട്ടോ. ഫിനിഷ് ചെയ്ത് കില്ലെല്ലാം കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സോണിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതാ പുഷ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ഞാൻ പുഷ് ഇട്ടു. കാരണം വെച്ചാൽ ഞാൻ സോണി പെട്ടുപോയ സമയത്ത് അവന്മാരെല്ലാം കൂടെ അവിടെ തേർഡ് പാർട്ടി ഫൈറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ സോണി വീണ് ഓട്ടോറ് ഉള്ളതുകൊണ്ട് നൈസായിട്ട് നമ്മുടെ ടീമിനെ വേറൊരുത്തൻ ലാസ്റ്റ് മാനെ വൈപ്പ് ചെയ്ത്. ആ വൈപ്പ് ചെയ്ത് ആരാന്നറിയാമോ ഗൈസ്? നമ്മളെ ഫസ്റ്റ് കുമ്മനടിച്ചില്ലേ അവൻ തന്നെ ഗൈസ്. അവൻ രക്ഷനായിട്ട് വന്നപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് 20 കില്ലും കിട്ടി. അവനെ അങ്ങനെ ലാസ്റ്റ് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കളിയാക്കി. ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ മച്ചാൻ. ശരി എന്നാൽ.